എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ന്യൂ ഇയർ വ്ളോഗ് ഇട്ടിട്ടുണ്ടല്ലോ എന്ന്. പക്ഷെ അത് ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണല്ലോ എല്ലാവരും ചെയ്തത്. ജസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. 2024 എത്ര പെട്ടെന്ന് 2024 പോണേ. ഈ പോക്ക് പോകണമെങ്കിൽ 2025 പാവം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഒരാഴ്ചയാവാറായി. കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് ഹായ് ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ന്യൂ ഇയർ ആവാറായല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു. ഈ വർഷമായപ്പോൾ എത്ര പെട്ടെന്ന് ഒരാഴ്ച ഠും എന്ന് പറഞ്ഞ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും 2023 അങ്ങനെയായിരുന്നു. പക്ഷെ ഇങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് കേട്ടോ പ്രാർത്ഥന. കാരണം അതല്ലേ രസം അല്ലേ? നമ്മൾ ഒട്ടും അയ്യോ എന്താ ദിവസം പോവാത്ത, എന്ത് സമയം പോവാത്ത, അങ്ങനെ ഒരു ജീവിതത്തിനേക്കാൾ ഏറ്റവും രസം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ദിവസങ്ങൾ പോവാ. നമുക്ക് വയസ്സാവും എന്നുള്ള ഒരു ചെറിയ സങ്കടം ഉണ്ടെങ്കിലും പക്ഷെ ഭയങ്കര സന്തോഷമുള്ള ഒരു സംഭവമല്ലേ നമ്മൾ കംപ്ലീറ്റ് ബിസി ആവുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചോ എന്നൊക്കെ കൂടെ പറയണം. അപ്പോൾ എൻ്റെ 2024 പ്ലാനുകളും 2023 ഒരു ചെറിയ ഒരു റിവൈൻഡും ആണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയും 2023 കാര്യങ്ങളും 2024 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ തമ്മിലൊരു ചെറിയ ഇൻട്രാക്ഷൻ പോലെയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. 2024 എന്നുള്ളത് എല്ലാവർക്കും ആദ്യം തന്നെ ഒരു മനസ്സമാധാനം ആരോഗ്യമുള്ളൊരു വർഷമാവട്ടെ. അതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടല്ലേ, മനസ്സമാധാനം ആരോഗ്യം. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആവില്ലേ നമ്മുടെ ലൈഫ്. നമ്മൾ പ്രതീക്ഷിക്കും എല്ലാ വർഷവും ഇങ്ങനെ ആയാൽ നന്നായിരുന്നു, ഇങ്ങനെ ആവട്ടെ എന്ന്. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ്. പക്ഷെ എന്നാലും ലൈഫ് അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലേ. നമ്മൾ അങ്ങനെ വിചാരിച്ച പോലെയൊന്നും നമ്മുടെ ലൈഫ് നടക്കണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് ആഗ്രഹിക്കാം ഇങ്ങനെയൊക്കെ നടക്കണം എന്നുള്ളത്. പക്ഷെ നമുക്ക് അതിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യാം. പക്ഷെ നിർബന്ധം പിടിക്കാൻ പറ്റില്ല ഇതുപോലെ തന്നെ ആവണം. എപ്പോഴാണ് ലൈഫ് തിരിയുക എന്നുള്ളതൊന്നും അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അല്ലേ. 2023 അത്യാവശ്യം നല്ലൊരു വർഷമായിരുന്നു. ഓഫ് കോഴ്സ് നമുക്ക് സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ വലിയ കുഴപ്പമില്ലാതെ എന്താ പറയുക ഒരു സന്തോഷങ്ങളും തരുന്ന ഒരു വർഷം തന്നെ ആയിരുന്നു കേട്ടോ 2023 എന്ന് പറയുന്നത്. പേഴ്സണൽ ലൈഫിലാണെങ്കിലും അതുപോലെ തന്നെ കരിയർ വൈസ് ആണെങ്കിലും ഒരുപാട് ഓരോ വർഷം കഴിയുന്തോറും അതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ വേറൊരാളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് ഒരിക്കലും നമ്മൾ കണ്ടില്ല അയാൾ കഴിഞ്ഞ വർഷം ഇങ്ങനെയായിരുന്നു ഇപ്പോഴേക്ക് എവിടെ എത്തി അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു അത് വെച്ച് നമ്മുടെ ഇൻകം ആണെങ്കിലും നമ്മുടെ ഗ്രോത്ത് എല്ലാം ഫാമിലി ലൈഫ് ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ കരിയർ വൈസ് ആണെങ്കിലും നമുക്ക് മെച്ചമുണ്ടോ കഴിഞ്ഞ വർഷത്തേക്കാൾ എന്ന് നോക്കുമ്പോഴാണ് അവിടെയാണ് നമ്മുടെ ഗ്രോത്ത് വരുന്നത്. അല്ലാതെ വേറൊരാളായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ 5 വർഷം മുന്നേ തുടങ്ങി നീ ഇന്നലെ തുടങ്ങിയപ്പോഴേക്ക് ഇവിടെ എത്തിയില്ലേ എന്നുള്ളൊരു ഇതിലേക്ക് എത്തുമ്പോൾ നമുക്ക് ലൈഫിൽ ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. ബാക്കി നമുക്ക് ഗ്രോത്ത് ഉണ്ടോ, നമ്മുടെ രീതിയിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ളവരായിട്ടുള്ള കമ്പാരിസൺ നമുക്ക് ആവശ്യമില്ല. അപ്പം നമുക്ക് ഒരിക്കലും ചിലവർ ഈ വർഷം 50 സ്ഥലം കണ്ടു 20 സ്ഥലം കണ്ടു നമ്മളൊന്നും കണ്ടില്ല അല്ലെങ്കിൽ നമുക്ക് 2 സ്ഥലം അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ പേഴ്സണലി നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വളരെ 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 സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ യൂട്യൂബ് കരിയർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ബ്രാൻഡ് കൊളാബറേഷൻസ് ചെയ്തിട്ടുള്ള ഒരു വർഷമാണ് കാരണം യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് അറിയാലോ, നമുക്ക് കൊളാബറേഷനാണ് നമ്മുടെ മെയിൻ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സന്തോഷം എന്ന് പറയുന്നത്. യൂട്യൂബ് എന്നുള്ളത് നമ്മൾ വീഡിയോസ് ഇടും, അതിൽ നിന്ന് വ്യൂസ് കിട്ടും എന്നല്ലാതെ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ കൊളാബറേഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് നമുക്ക് കൊളാബറേഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 2022 കൂടുതൽ ബ്രാൻഡ് കൊളാബറേഷൻസ് ഈവൻ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒരുപാട് ചെയ്യാത്ത ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള പ്രോഡക്റ്റൊക്കെ ഞാൻ ബ്രാൻഡ് കൊളാബറേഷൻ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു വർഷമാണ് 2023. അപ്പോൾ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് ഇവൻറ്റ്സിന് ഇപ്പോൾ ഇവിടുത്തെ നാട്ടിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടുത്തെ കുട്ടി ഇവൻറ്റ്സിന് ഇപ്പോൾ സൂക്കിൻ്റെ പോലത്തെ ഇനോഗ്രേഷനും ഇവൻറ്റ്സിനും ഒക്കെ പങ്കെടുക്കാൻ പറ്റി. ഇവിടെ മുംബൈയിൽ ഇവിടത്തുകാരുടെ ഇടയിൽ നമ്മളെ വിളിക്കുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം മലയാളികളില്ലല്ലോ, അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടുത്തെ അവരുടെ ബ്രാൻഡിന് വേണ്ടി ചെയ്ത് അവരുടെ ഇടയിൽ ഹിന്ദി യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ നമ്മളെ വിളിക്കുക എന്നുള്ളത് കുട്ടി ഇവൻറ്റ്സ് ആണെങ്കിലും അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ സന്തോഷങ്ങൾ എനിക്കെന്ന് പറഞ്ഞാൽ അതിപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു വയസ്സാകും തോറും ആണോ എന്നറിയില്ല, ഈ ഒരു 40 അടുക്കും തോറും ആണോ എന്നറിയില്ല. ആ പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യണം ഭയങ്കര ഇപ്പം എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 2023 പോയ പോലെ എനിക്ക് പോയാൽ മതി എന്നുള്ള ഒരു ഇതിലേക്ക് ഞാൻ എത്തി. എനിക്ക് ഭയങ്കരമായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അതൊരു 2023 എൻ്റെ ആകുമ്പോഴേക്കാണ് എനിക്ക് ഒരു ശാന്തമായ ഒരു ഇതിലേക്ക് വന്നു. അതായത് ഓക്കെ ഞാൻ വിചാരിച്ച പോലെ ഉള്ള ലൈഫിലേക്ക്
തുടങ്ങി എന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. അങ്ങനെ പറയാൻ പാടില്ല, നമുക്ക് കൂടുതൽ ആഗ്രഹങ്ങൾ വേണം എന്നാണ് പറയുക. പക്ഷേ നമുക്ക് പെട്ടെന്ന് നമ്മളെ ലക്ക് കൊണ്ട് അങ്ങനെ ഉണ്ടായതല്ല. നമ്മൾ 16 years ആയിട്ട് ഇവിടെ വന്നിട്ട് 16 വർഷമായി ബോംബെയിൽ. ഈ 16 വർഷം കൊണ്ട് ആഗ്രഹിച്ച് ഏകദേശം ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഇതിലേക്ക് എത്തിത്തുടങ്ങി എന്ന് വേണമെങ്കിൽ 2023ലേക്ക് എത്തി തന്നെ വേണമെങ്കിൽ പറയാം. 2023ലേക്ക് ഇനിയും ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹം. പേഴ്സണൽ ലൈഫിലാണെങ്കിലും കരിയർ വൈസിലാണെങ്കിലും ഒക്കെ നമുക്ക് അത് തന്നെയായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. അപ്പം കുറച്ചും കൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള, പറഞ്ഞ ബിസി എന്നുള്ളതുണ്ട്. ബിസിയാണ് ചില 2-3 വർഷത്തേക്കാൾ കൂടുതൽ. ഇത് കൂടി രമേശേട്ടനെ ഒന്ന് കണ്ടാൽ ഹായ് എന്നുള്ള രീതിയിൽ അത്രയും ബിസി ആയിട്ടുള്ള ഒരു സ്കെഡ്യൂളിലാണ് പോണത്. പക്ഷേ അത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു ഇതിലേക്കാണ് പോണത്. അതായത് ബോറടിച്ചിരിക്കാത്തൊരവസ്ഥ വരിക. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ, അതായത് ഞാനിങ്ങനെ ചിലതൊക്കെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്ന കുറച്ചൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, ബിസിയിലാണെങ്കിൽ പോലും റിലാക്സ്ഡ് ആയിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, അത് ഏകദേശം എത്തിത്തുടങ്ങിയ ഒരു വർഷമാണ് 2023 എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതൊരു പക്ഷേ കരിയർ വൈസ് ആയാലും ഞങ്ങളുടെ രണ്ടുപേരും, രമേശേട്ടൻ്റെ കരിയർ ആണെങ്കിലും ഗ്രോത്ത് ഒരുപാട് ഗ്രോ ആയിട്ടുള്ള ഒരു വർഷമാണ് 2023. നല്ലതായിട്ടുള്ള കുറേ സന്തോഷങ്ങൾ, അതൊക്കെ നമ്മൾ എന്തായാലും പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത്. പേഴ്സണൽ ആയിട്ടുള്ള ഞങ്ങൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു വർഷമാണ് 2023. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 2024 ടിക്ക് ചെയ്യാൻ ഇന്നത് വേണം എന്നുള്ള ഒരു ആഗ്രഹം, സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഏത് മനുഷ്യനുണ്ടാകും. പക്ഷെ അതല്ലാതെ എനിക്ക് ഇങ്ങനെ എപ്പോഴും ആലോചിക്കും, ഞാൻ 2023 പോലെ തന്നെ എനിക്ക് പോയാൽ മതിയല്ലോ ഈശ്വര എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കേട്ടോ. കാരണം 16 വർഷമാണ് നമ്മൾ ആഗ്രഹിച്ച ഒരു ലൈഫിലേക്ക് എത്താനെടുത്ത, അല്ലാതെ പെട്ടെന്നൊരു ദിവസം ലക്കോണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ അല്ല. 16 years എടുത്തു ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചില നടക്കാതെ 16 years ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ആയിട്ട് ഇപ്പോഴാണ് ഓക്കെ ആ 21 വയസ്സിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ആയി. അതിലായില്ല എന്ന് പറഞ്ഞാൽ അതൊരു അഹങ്കാരമായി പോട്ടോ. അപ്പോൾ ആ കംപ്ലീറ്റ് ആയിട്ട് ഉദ്ദേശിച്ച രീതിയിലൊരു ജീവിതം കിട്ടിയത് സത്യം പറഞ്ഞാൽ 38 വയസ്സാവുമ്പോഴാണ് എന്നുള്ളതാണ്. പക്ഷെ അത് രണ്ടുപേരുടെയും ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്കും കാര്യങ്ങളും കൊണ്ടായതാണ്. ഇത്തുക്കുട്ടിക്കാണെങ്കിലും ഇത്തുക്കുട്ടിയെ അറിയാം, ഇപ്രാവശ്യം ഇപ്പോൾ ഡിസംബർ ലാസ്റ്റ് ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മുടെ ഈ ഒരു അബാക്കസിൻ്റെ ആ ഒരു ഇതിലാണ് ഏറ്റവും ഇന്റർനാഷണൽ ചാമ്പ്യൻ ആയതും. അവളുടെ കാര്യത്തിലും ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് 2023 പോലെ തന്നെ അങ്ങോട്ട് പോയാൽ മതി 2024. പിന്നെ മെയിനായിട്ട് എന്താ വെച്ചാൽ പാഷൻ. എൻ്റെ ലൈഫിൽ ഇപ്പോൾ 2024 പോകണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ യൂട്യൂബ് എന്നുള്ളത് ആഴ്ചയിൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോയും ഷോർട്സ് ഇട്ട് അതങ്ങനെ പോട്ടെ. ബ്രാൻഡ് കൊളാബറേഷൻസ് വരുമ്പോൾ അതങ്ങനെ പോട്ടെ. അതല്ലാതെ എനിക്കതിൽ അങ്ങനെ എത്തണം ഇങ്ങനെ എത്തണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ പോകുന്ന പോലെ എനിക്ക് പോയാൽ മതി. ബിക്കോസ് എൻ്റെ എല്ലാ പേഴ്സണൽ നീഡ്സും പേഴ്സണൽ കാര്യങ്ങളും അതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്ക് യൂട്യൂബിലൂടെ കിട്ടുന്നുണ്ട്. സോ ഇനി അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ആഗ്രഹിക്കണമെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് കൂടുതൽ വർക്ക് ചെയ്യണം എന്ന് എനിക്കറിയാം. എനിക്ക് അതുപോലെ തന്നെ പ്രിയപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു സാധനമാണ് നമുക്ക് ഏറ്റവും പ്രിയമായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിൽ മാത്രം നമുക്ക്, പക്ഷേ ഞാനത് മാത്രമല്ല, എനിക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ പ്രിയപ്പെട്ടത് ഇപ്പുറത്തുള്ളത് കൊണ്ട് ഞാൻ എല്ലാം ബാലൻസ് ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ യൂട്യൂബ് പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒന്നാണ് ഡാൻസ്. അതിലൊരുപാട് സ്റ്റേജസ് കയറി. ഈ വർഷം അങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഈ വർഷം അതുപോലെയൊക്കെ നടക്കണം ഡാൻസിൻ്റെ എതിരെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ വേറെ കുറച്ച് പാഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഡ്രൈവിംഗ് ആണെങ്കിലും ഞാൻ കുറച്ചും കൂടെ കൂടുതലായിട്ട് എന്താ പറയുക, ഇപ്പം ഭയങ്കര ഒരു പാഷൻ പോലെ ആയി തുടങ്ങി ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. എല്ലാ സ്ഥലത്തേക്കും എടുത്ത് ഒറ്റയ്ക്ക് ഇപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ഈ ഒരു 2023 ഞാനത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആയിരിക്കും ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണെന്ന്. പക്ഷെ എനിക്കത് വലിയ കാര്യമാണ്. ഞാൻ പറയില്ല, 16 വർഷം എടുത്തു എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ എനിക്ക് തന്നെ ആഹോ കൊള്ളാലോ, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടല്ലോ എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നും. അപ്പോൾ അതെനിക്ക് വലിയ പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഫാമിലി ലൈഫാണെങ്കിൽ ഇനി എന്താ പറയുക, ഈ വർഷത്തെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിട്ട് വരുന്ന വീടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ ഒന്നും ആയിട്ടില്ല. അതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തായാലും ഷെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെറിയ യാത്രകൾ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു 3-4 യാത്ര നടത്തി. ഗോവ, മൂന്നാർ, നാസിക്, അതൊക്കെ നമ്മളെല്ലാ സ്ഥലവും പോയതാണെങ്കിലും ഒന്നും കൂടെ നമുക്ക് ചെറിയൊരു ട്രിപ്പ് എന്ന് പറഞ്ഞ പോലെ. പിന്നെ അറിയാലോ, നമ്മുടെ കരിയർ വൈസ് നമ്മൾ ഇതാവുമ്പോൾ നമുക്ക് ലീവ് കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ മുന്നേ പോയ പോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോരോ ട്രിപ്പ് അതിനുള്ള ലീവും കാര്യങ്ങളും
കാര്യങ്ങളും കിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ചെറിയ പരിമിതികളൊക്കെ ഉണ്ട്. ചെറിയ ലീവും കാര്യങ്ങളൊക്കെ കിട്ടില്ല. എപ്പോഴും നാട്ടിൽ പോകാൻ പറ്റില്ല. എത്ര കാലം നമ്മൾ എപ്പോഴും നാട്ടിൽ പോയിരുന്നു, കുറേ കാലം നിന്നിരുന്നു. അതൊന്നും ഇനി പറ്റില്ല എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് മിത്തുക്കുട്ടി ഇനി നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും, അതായത് ഈ 2 മാസം കൂടെ കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിലാകും. അപ്പോൾ എന്താ പറയുക, ഹൈസ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറേ ലീവ് എടുക്കുക, അവിടെ പോവാ ഒന്നും നടക്കില്ല. പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്ന പോലെ കുട്ടി യാത്രകൾ ചെയ്യും. 2024 ഞാനിപ്പോൾ തുടങ്ങി വെച്ചത്, 1-ാം തീയതി മുതലേ തുടങ്ങി വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ വായനാശീലം. അതായത് ഞാൻ വായിക്കുമായിരുന്നു. സ്കൂളിലൊക്കെ ഇതിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ബുക്സ് വായിച്ചിരുന്ന ആളാണ് ഞാൻ. മലയാളം നോവലുകളും എല്ലാം എനിക്ക് ഭയങ്കര MTയുടെയും മാധവക്കുട്ടിയുടെയും മുകുന്ദൻ്റെയും എല്ലാം ബഷീറിൻ്റെയും എല്ലാം ഞാൻ അരിച്ചു പറക്കി വായിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ, ഈ ഡാൻസ് പറഞ്ഞ പോലെ ഒരു 10-16 വർഷമായിട്ട് അതൊക്കെ ഇങ്ങനെ അടച്ചു പൂട്ടി വെച്ചിരുന്ന ഒരാളായിരുന്നു. അതിന് മടിയെന്ന് വേണമെങ്കിൽ എക്സ്ക്യൂസ് തന്നെ പറയാം അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയം കണ്ടെത്തും. ഇപ്പോൾ ഒട്ടും സമയമില്ല. അത് ഓടുമ്പോഴേ എൻ്റെ ഇഷ്ടമുള്ള കാര്യത്തിൽ ഞാൻ ചിലപ്പോൾ രാത്രി 10:30 വരാം, 11 മണിക്കാവും വരാം. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഞാനത് ചെയ്യും. അതുപോലെ ഞാനിപ്പോൾ രണ്ടാമതും പ്രത്യേകിച്ച് മിത്തുക്കുട്ടി കിൻഡിൽ വാങ്ങിയതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതിൽ യൂസ്ഫുൾ ആയത് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് മലയാളം ബുക്സ് അതിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. കാരണം മലയാളം അധികം ഇല്ല, അൺലിമിറ്റഡ് എഡിഷനിൽ ഇംഗ്ലീഷാണ് കൂടുതലുള്ളത്. അപ്പം ഞാൻ എന്നാലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഞാൻ വായനാശീലം തുടങ്ങി. അതിൽ ഫസ്റ്റ് തന്നെ ഞാൻ വായിച്ച ബുക്ക് ഏതറിയോ? ആടുജീവിതം. അത് വായിച്ചിട്ട് ഇപ്പോൾ ഒരു 4 ദിവസമായിട്ട് അതിൻ്റെ ഹാങ് ഓവർ എനിക്ക് പോയിട്ടില്ല. ഞാനത് എന്തിനു വായിച്ചു എന്നുള്ളത്, ഞാൻ വായിച്ചിരിക്കേണ്ട ബുക്കാണ്. പക്ഷെ അതെനിക്ക് എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരുത്തും എന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു കേട്ടോ. അതായത് ഈ പറഞ്ഞ പോലെ പണ്ട് ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഈ ഒരു കഥ വായിച്ചതിന് ശേഷമല്ലേ എനിക്ക് ഇപ്പോൾ ഉള്ളത് തന്നെ ലക്ഷറിയാണ്. ഇപ്പോൾ ഉള്ളത് തന്നെ ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ തന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് എന്നുള്ളൊരു ഫീൽ എനിക്ക് ആ ബുക്ക് വായിച്ച ആ നിമിഷം മുതൽ ഇതുവരെ ഒരു 4 ദിവസമായിട്ട് എനിക്ക് ആ ഹാങ് ഓവർ മാറിയില്ല. ഞാൻ രംഷേട്ടനോടും മിത്തുക്കുട്ടിയോടൊക്കെ അതിനെപ്പറ്റി ഡെയിലി ഞാൻ ഇതിനെപ്പറ്റി മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത് ആ ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത്, ദൈവമേ ഇത്രയെങ്കിലും നമുക്കൊക്കെ നമ്മളെത്തി പറഞ്ഞ പോലെ 16 വർഷം ഞാൻ എടുത്തു ഇങ്ങനെ എത്താൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതൊരു അഹങ്കാരമായി പോവും ഓരോരുത്തരുടെ ലൈഫ് എന്നുള്ളത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബുക്ക് തന്നെ വായിച്ചത് നന്നായി എന്ന് എനിക്ക് തോന്നി. അപ്പം നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആവും നമ്മുടെ ലൈഫിൽ. ഇങ്ങനൊരു ലൈഫെങ്കിലും കിട്ടിയല്ലോ. ഇത്രയും സ്ട്രഗിളിലൂടെയൊക്കെ ഒരു മനുഷ്യൻ സഞ്ചരിച്ച്, എനിക്കറിയില്ല കേട്ടോ, എനിക്കത് പറയാനറിയില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ആ സിനിമ ഞാനിനിയും കാണില്ല. ആ സിനിമ കാണാനുള്ള ശക്തി എനിക്കില്ല. കാരണം ഈ ഒരു കഥ വായിച്ചു കഴിയുമ്പോൾ തന്നെ എനിക്ക് അവസാനമൊക്കെ ആയപ്പോഴേക്കും ഞാൻ കിതച്ചു തുടങ്ങി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ സ്വയം കിതച്ചു തുടങ്ങി. എനിക്ക് ബോഡി പെയിൻ വന്നു തുടങ്ങി. ഞാൻ ക്ഷീണിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ലെവലിലേക്ക് ഞാൻ ആ കഥ വായിച്ചപ്പോൾ എത്തി. അപ്പം ഞാൻ ആ സിനിമ എന്തായാലും എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല കാണാൻ. പൊതുവേ വളരെ കട്ടിയുള്ളൊരു മനസ്സാണ്. ഒരുവിധ സിനിമ ഒന്നും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കരയുക അങ്ങനെയൊന്നും ഇല്ലാത്തൊരാളാണ്. എന്നിട്ട് പോലും എനിക്ക് ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ഇതായിപ്പോയി. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ വായിച്ച കഥ കൊള്ളാം. പക്ഷേ ആ കഥ എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ പേഴ്സണൽ ഇതിൽ ഞാനത് യൂസ്ഫുൾ ആവും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഉള്ളത് തന്നെ ഇനഫല്ല, ഇത്രയും കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുന്നത്, ഇത്രയും കാര്യങ്ങൾ തന്നെ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നത് വലിയ ഒരു ഇതല്ലേ ലൈഫിൽ എന്ന് ഞാൻ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ എന്തായാലും ബുക്ക് എന്നുള്ള കുറേ ബുക്സ് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട്, ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ റിവ്യൂസ് ഉണ്ടാവും ബുക്കിൻ്റെ, നല്ല ബുക്സിൻ്റെ റിവ്യൂ ഉണ്ടാവും. പുതിയത് നമുക്കതിനെ പരിചയമില്ലാത്ത ബുക്സിൻ്റെയൊക്കെ റിവ്യൂ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വായനാശീലം, ആഴ്ചയിൽ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ആടുജീവിതം ഞാൻ ഇരുന്നിരിപ്പിൽ ഒരു ഫുൾ ഡേ രാത്രി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വായിച്ച് തീർത്തു കേട്ടോ. ഞാനത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒരു ബുക്ക് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ വായിച്ചു തീർത്തു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ബുക്സിലേക്ക് മിത്തുകുട്ടറെ പോലെ, മിത്തു ഭയങ്കരമായിട്ട് ബുക്ക് വായിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു ശീലം എനിക്കും വളർത്തിയെടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ 2024 ഏറ്റവും വലിയത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ 2023 കൊണ്ടുപോയി തുടങ്ങി, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ 2024 നിർബന്ധമായിട്ടും ഞാൻ ചെയ്യണം, എന്നെക്കൊണ്ട് ചെയ്യണം എന്ന് ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. മെയിനായിട്ട് എൻ്റെ വർക്കൗട്ട്. അത് ഞാൻ 2023 പകുതി വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയൊരു സാധനമാണ്. 2022 മുതൽ 2023 മെയ് വരെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, ഒരു വർഷം ഞാൻ അതികഠിനമായിട്ട് വർക്കൗട്ട് ചെയ്ത് ഭയങ്കര അടിപൊളി ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്ന ഒരാളാണ്. നിങ്ങൾക്കും അത് മനസ്സിലാവുണ്ടാവും. എൻ്റെ ആ 2023 എൻ്റെ ആ ഒരു ലുക്കും ഇപ്പോഴത്തെ അതും കണ്ടു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരുപാട് വെയിറ്റ് കൂടി.
വേറെ ഒന്നുമില്ല, വർക്കൗട്ട്. ഞാൻ പറയുമ്പോൾ എന്നും ഡാൻസ് ചെയ്യുന്ന ആളാണ്. എന്നിട്ടും ഞാൻ ആ ജിമ്മിൽ എന്ന് പറയുന്ന ആ ഒരു ജിം എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് ബ്രേക്ക് വരുന്നുണ്ട് എനിക്ക്. ഒരു ദിവസം പോയാൽ 4 ദിവസം പോവില്ല, 2 ദിവസം പോയാൽ 10 ദിവസം പോവില്ല. ആ ഒരു ബ്രേക്ക് എനിക്ക് ഇവിടെ തീർക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം 2024 എന്ന് പറഞ്ഞാൽ. തടി കുറയ്ക്കാനല്ല, എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ, ഹെൽത്തി ആവാൻ. എനിക്ക് മെയിനായിട്ട് എനിക്ക് ബോഡി ജിമ്മ് ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും ഈ ബോഡി പെയിൻ എന്നുള്ള സംഭവം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. സ്റ്റാമിന ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പം എനിക്ക് ഡാൻസ് കളിക്കുകയാണെങ്കിലും ബോഡി പെയിന് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ തിരിച്ചു വന്നു തുടങ്ങി. അപ്പം അതുകൊണ്ട് അതാണ് എനിക്ക് ശക്തമായിട്ട് എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെ ഞാൻ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഈ ഫുഡ് ആൻഡ് എന്താ പറയുക, ജങ്ക് ഫുഡ് എന്ന് പറയാൻ പറ്റില്ല. ജങ്ക് ഫുഡൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കുന്ന ആളൊന്നുമല്ല. പുറത്തുനിന്ന് അങ്ങനെ എപ്പോഴും ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി, ഷുഗർ കണ്ടൻറ്റ് ഉള്ള ഫുഡുകൾ, ഈ പായസം, അങ്ങനത്തെ വറുത്തത് പൊരിച്ചത്, അതൊക്കെ ഒന്ന് നിർത്തി കുറച്ചും കൂടെ നല്ല ഇതാവണം. വയസ്സായി തുടങ്ങി. അപ്പോൾ ബോഡി ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങുന്നുണ്ട്. വയസ്സായി, ശരീരം പണ്ടത്തെ പോലെയല്ല എന്നൊക്കെ നമ്മളങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇല്ലേ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അതായത് നമുക്ക് മടിയുള്ള കാര്യത്തിന് നമ്മൾ ചുമ്മാ എക്സ്ക്യൂസ് പറയുന്ന കാര്യമാണ്. ഓ തടിച്ചാലിപ്പോൾ എന്താ, അങ്ങനെ തടിയും മെലിയലും തമ്മിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതല്ല കേട്ടോ, തടി എന്നുള്ളതല്ല ഞാൻ പറയണം. പക്ഷേ വർക്കൗട്ട് കാര്യങ്ങൾ കുറച്ചൊരു ഹെൽത്തി ഇതിൽ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ്. നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരും ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ ഈ ജിമ്മ് നിർത്തിയോടുകൂടി, ഓരോരുത്തർക്കും ഓരോ പോലെ, ചിലർക്ക് സുംബായിരിക്കും, ചിലർക്ക് നടത്തായിരിക്കും, ഓരോരുത്തർക്കും ഓരോ പോലെ. എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സാധനം ജിമ്മാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ബാക്കിയൊന്നും, ഈ പറഞ്ഞ പോലെ ഞാൻ ഡെയിലി ഡാൻസ് കളിക്കുന്ന ആളാണ്. എന്നിട്ട് പോലും എൻ്റെ ഒരു ശരീരത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷവും ഹെൽത്തും പെയിനില്ലാത്ത പ്രശ്നങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുള്ളത് ഈ ജിമ്മിൽ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷമായിരുന്നു. അപ്പോൾ അത് ഞാൻ നിർത്തിയത് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹെൽത്തിനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ 2024 മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ കുട്ടി 2024. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നാൻ ചാൻസ് ഇല്ല, കാരണം ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ എന്നുള്ളത്. പക്ഷെ ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ ആഗ്രഹങ്ങൾ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എന്നുള്ള പറഞ്ഞ പോലെ. റിലാക്സ്ഡ് ലൈഫ്, വായിക്കുക, ഡാൻസ് ചെയ്യുക, കരിയർ കൊണ്ടുപോവുക, കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കുക, പേഴ്സണൽ ലൈഫ് നന്നായി കൊണ്ടുപോവുക. അങ്ങനെ മിത്ത് കുട്ടി ഇതാ ഒരു ലെവലിലേക്ക് ടീനായി. അപ്പോൾ അവളൊരു ഇതിലേക്ക് എത്തി തുടങ്ങി. അപ്പോൾ അവൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അവൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുത്ത്, അവളുടെ ഒരു ലൈഫ് നല്ല രീതിയിൽ നല്ല അച്ചീവ്മെൻറ്റ്സ് കിട്ടാനുള്ള എൻ്റെ തരത്തിൽ നിന്നുള്ള സപ്പോർട്ട് കൊടുക്കുക. ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് കൂടുതലുള്ള ഒരാളാണ്. അക്കാഡമിക്സ് ആയാലും എൻ്റെ കാര്യം മാത്രം നോക്കി ഞാൻ എൻ്റെ ഇതിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മിത്തുവിൻ്റെ കാര്യം നോക്കിക്കോളും എന്ന് എനിക്ക് അത് എനിക്ക് എന്തോ അതിൽ അവളെ ഭയങ്കര പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ എൻ്റെതായ ഒരു രീതിയിലുള്ള ഫോക്കസ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാരൻ്റാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ടീനിലേക്ക് എത്തി തുടങ്ങി. അപ്പം നമ്മളെ കൂടുതൽ ആവശ്യമായിട്ട് തുടങ്ങണ ഒരു പ്രായമാണ്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ആവശ്യങ്ങൾ, അവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ വരേണ്ട ഒരു പ്രായമാണ്. കുറച്ച് കാലം കൂടെ നമ്മൾ ആവശ്യം വരുള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ആവശ്യമേ വരില്ല. ആ സമയത്ത് ഓടിപ്പോയി നിനക്ക് എന്നെ വേണ്ട, നിന്നെ ഞാൻ നോക്കാൻ അവർക്ക് നമ്മളെ വേണ്ടിയല്ലേ. ഏറ്റവും കൂടുതൽ അവർക്ക് നമ്മളെ ആവശ്യം വരുന്ന പ്രായം ടീനായിരിക്കും. നമ്മൾ വിചാരിക്കും ചെറുപ്പത്തിലെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ അവർക്ക് നമ്മളെ ആവശ്യം വരുന്ന പ്രായം ഈ ടീനിലായിരിക്കും. അവരുടെ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അവൈലബിൾ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവൈലബിൾ ആയിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ അവർക്ക് നമ്മളെ ഒട്ടും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആസ് എ പാരൻ്റ് എന്നുള്ള രീതിയിലും കുറച്ച് സ്വപ്നങ്ങൾ, ഈ പറഞ്ഞ പോലെ നമ്മൾക്കും കുറച്ച് സ്വപ്നങ്ങളുണ്ടാവും. ആ രീതിയിലും ബാലൻസ് ചെയ്ത് പോകണം എന്നാണ്. കാരണം എൻ്റെ സ്വപ്നങ്ങൾ മാത്രമായിട്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ കുട്ടി എന്ന് പറയുന്നത്. അവളായിട്ട് പറഞ്ഞതല്ലല്ലോ, ഞാനായിട്ട് എൻ്റെ ലൈഫിലേക്ക് ആഗ്രഹിച്ചൊരു കുട്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതെൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ 2024 ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പോൾ 2023 പോയ പോലെ എനിക്ക് പോയാൽ മതി, എത്രയുള്ളൂ ആഗ്രഹം. അത് ഒരു ശരിയായ രീതിയാണോ എന്ന് എനിക്കറിയില്ല, ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും അങ്ങനത്തെ ഒരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല അടിപൊളി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീക്ക് മുതൽ വരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ.